ഈ വഖഫ് ബില്ല് പാസ്സായതോടുകൂടി BJP സർക്കാർ ഇത് പാസ്സാക്കിയതോടുകൂടി മുനമ്പത്തുള്ളവർക്ക് 1000 വർഷത്തേക്ക് കേസ് പറയാനുള്ള വകുപ്പായി ഈ കേസ് തീരത്തില്ല. അതുകൊണ്ട് എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയത് BJP ആണ്. അങ്ങനെയാണല്ലോ ഇപ്പോൾ പറഞ്ഞു വെച്ചേക്കുന്നത്. എല്ലാവരും കൂടെ പറയുന്നത് ഈ പ്രശ്നം എല്ലാം ഉണ്ടാക്കിയത് BJP ആണ്. ഇവര് കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, ഈ കോൺഗ്രസ്സുകാർ എപ്പോഴും പറയുന്നത് നാസർ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണ് പ്രശ്നം ഉണ്ടാക്കിയത്. നിങ്ങൾ എന്താണ് ഈ CPM-മാരെ കുറ്റം പറയുന്നത്? ചില സമയത്ത് അതല്ല എന്നാൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പാടില്ലായിരുന്നോ എന്ന് CPM ചോദിക്കുന്നു. ആരുടെ അടുത്ത്? കോൺഗ്രസിന്റെ അടുത്ത്. കോൺഗ്രസിനെ കുറ്റം പറയുന്നു. ഞങ്ങളില്ലാത്ത ചില ചർച്ചകളിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇവര് ഞങ്ങൾ ഉൾപ്പെടുന്ന ചർച്ചയിൽ പോലും ഭൂരിഭാഗം സമയം നാസർ കമ്മിറ്റി റിപ്പോർട്ടും അതുപോലെ അന്ന് വഖഫ് ബോർഡിന്റെ ചെയർമാനായിരുന്ന ആളുകളെ കുറിച്ചും CPM-ന്റെ മെമ്പർമാരെ കുറിച്ചും അതുപോലെ അദ്ദേഹം പിന്നീട് CPM-ന്റെ സ്ഥാനാർത്ഥി അതിനെ കുറിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടല്ലോ. നിങ്ങളെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നത്? ഇതെല്ലാം BJP ആണല്ലോ ഉണ്ടാക്കിയത് അല്ലേ? എന്തൊരാശ്വാസം. വഖഫിന് ഈ നിയമം വന്നതോടുകൂടി 2A വന്നിട്ടുണ്ടെങ്കിലും മുനമ്പംകാർക്ക് സ്ഥലം കിട്ടില്ല. ഹാഹാ, എന്തൊരു സന്തോഷം. അങ്ങ് സന്തോഷം കൊണ്ട് ആറാടുക. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സന്തോഷിക്കുന്നത്? വെറുതെ നിങ്ങൾ CPM-ഉം കോൺഗ്രസും പറയുന്നത് അങ്ങ് മുഖവിലേക്ക് എടുക്കേണ്ടതില്ല. CPM-ഉം കോൺഗ്രസും ലീഗും പറയുന്നത് അങ്ങ് മുഖവിലേക്ക് എടുക്കേണ്ടതില്ല. പക്ഷേ ഒറ്റ കാര്യം, ഈ റവന്യൂ അധികാരം അവർക്ക് സ്ഥാപിച്ചു കിട്ടാൻ ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എപ്പോഴത്തേക്ക് കഴിയുമെന്നാണ് BJP വിചാരിക്കുന്നത്? അല്ല, ഞങ്ങൾ ഈ പറയുന്ന രണ്ടുപേരും മുനമ്പംകാർക്ക് വലിയ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നവരെന്ന് പറഞ്ഞല്ലോ. ലീഗിന്റെ പ്രതിനിധിയും പറഞ്ഞല്ലോ. ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ KPA മജീദ് സബ്മിഷൻ ഉന്നയിച്ചപ്പോൾ നിയമസഭയിൽ എന്താ പറഞ്ഞത്? ഇവരെ അവിടെ ഇരുത്തണമെന്നാ പറഞ്ഞത്? ഇവരെ ഇറക്കി വിടണമെന്നല്ലേ പറഞ്ഞത്? CPM-ന്റെ മന്ത്രി. അപ്പൊ ഈ രാജു P. നായരുടെ കോൺഗ്രസ്സുകാർ മുഴുവൻ അവിടെ കൂടെ ഇരിപ്പുണ്ടായിരുന്നില്ലേ? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞോ KPA മജീദ് നമ്മളൊക്കെ ഒറ്റ മുന്നണിയാണെങ്കിലും ഒന്ന് സഹിക്ക്, അവരെ ഇറക്കി വിടില്ല എന്ന് പറഞ്ഞോ? എന്തേ പറഞ്ഞ? ഇറക്കി വിടുകയാണ് വരട്ടെ, ലീഗിന്റെ ഒപ്പം നിൽക്കാനേ പറ്റുള്ളൂ. എന്നിട്ട് ലീഗ് ഇപ്പൊ അവരെ ഒരിക്കലും ഇറക്കി വിടരുന്നു. ഇവരെ KPA മജീദ് ഔദ്യോഗികമായിട്ട് പറഞ്ഞെന്താ? ഇവര് പുറത്തു വന്ന് പലതും പറയും. അത് ഔദ്യോഗികമായി പറഞ്ഞ് ഇവരെ ഇറക്കി വിടാൻ വേണ്ടി പറഞ്ഞു. ഇനി CPM-ന്റെ മന്ത്രി എന്താ പറഞ്ഞേ? ഇവരെ ഇറക്കി വിടും എന്താ പറഞ്ഞേ? ഈ തരം പിരിക്കുന്നത് താൽക്കാലികമാണെന്ന് മാത്രം പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ വന്ന് രണ്ടുപേരും കൂടെ ഞങ്ങൾ എന്തോ കുഴപ്പമുണ്ടാക്കുന്ന ചീപ്പ് പൊളിറ്റിക്സ്. ആ സ്ക്രീൻഷോട്ടൊക്കെയാണ് മുസഫ. ഈ ചീപ്പ് പൊളിറ്റിക്സ് ഇതൊന്നുമില്ല. ചീപ്പ് പൊളിറ്റിക്സ് ഞങ്ങൾ അവരോടൊപ്പം നിന്ന് ആത്മാർത്ഥമായിട്ടാണ്. ഈ വഖഫ് ഭൂമി അല്ല എന്ന് VD സതീശനാണോ അവിടെ വന്ന് പ്രസംഗിച്ചു എന്നാണല്ലോ രാജു P. നായർ പറഞ്ഞത്. അപ്പൊ പിന്നെ വഖഫിന്റെ പരിധി പെടത്തില്ലല്ലോ ഇത്. വഖഫ് ഭൂമി അല്ലെന്ന് നിങ്ങൾ പറയുന്നു. ശരി, ഞങ്ങൾ സമ്മതിക്കുന്നു വഖഫ് ഭൂമിയല്ല. അപ്പൊ പിന്നെ സൊസൈറ്റി ആക്ടിന്റെ കീഴിൽ വരില്ലേ? അപ്പൊ സൊസൈറ്റി ആക്ടിന്റെ കീഴിൽ വരുമ്പോൾ ഈ സെക്ഷൻ 2A വരില്ല എന്നാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങൾക്ക് കുറച്ചു കാലം കൂടി മുനമ്പംകാർക്ക് ഭൂമി കിട്ടില്ലല്ലോ എന്നോർത്ത് സന്തോഷിക്കുകയാണെങ്കിൽ ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എപ്പോഴത്തേക്ക് മുനമ്പംകാർക്ക് റവന്യൂ അധികാരം സ്ഥാപിച്ചു കിട്ടും എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? അല്ല, ഇതിന്റെ അകത്ത് ഞങ്ങളുടെ ആരും വിചാരമല്ലല്ലോ. ഇത് നിയമമായി കഴിയുമ്പോൾ ഇതിന്റെ നടപടിക്രമങ്ങളുണ്ട്. ഇതിന്റെ നടപടിക്രമങ്ങൾ ഇവർക്ക് റവന്യൂ വകുപ്പിന് റവന്യൂ സെക്രട്ടറിക്ക് ഇത് കിട്ടിക്കഴിയുമ്പോൾ മുതൽ ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. അതുകൊണ്ട് ഇതിന് ഒരു കാലതാമസം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. റവന്യൂ വകുപ്പിന് അവരുടെ നടപടികൾ തുടങ്ങാൻ ആവശ്യമായ ക്രമങ്ങളും ചട്ടങ്ങളും പൂർത്തിയാകാൻ എത്ര കാലം വേണ്ടിവരും? മാധു, ഇതൊക്കെ ഒരു ചർച്ചയിൽ ചോദിക്കാൻ പറ്റും. ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥനോ ഗവൺമെന്റ് ഔദ്യോഗിക പ്രതിനിധി ഒന്നല്ലല്ലോ. അല്ല, ഞാൻ ഇതൊക്കെ ചോദിക്കാൻ പറ്റും. ഞാൻ ഈ സെൻട്രൽ ഗവൺമെന്റ് ഈ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനൊന്നുമല്ല. ഇതിന് എത്ര ദിവസം എടുക്കും, എത്ര ഇത് വരുന്ന പറയാൻ. ഏതായാലും നിയമം പാസ്സാക്കിയോ ഞങ്ങള്? അത് വഖഫുമായി ബന്ധപ്പെട്ട് മുനമ്പംകാർക്ക് വേണ്ടിയിട്ടുള്ള നിയമമാണ് ഞങ്ങൾ പാസ്സാക്കിയത്. അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. മുനമ്പംകാരും അഭിമാനിക്കുന്നു. വേണമെങ്കിൽ കുറച്ച് നാൾ കൂടി നിങ്ങൾക്ക് സന്തോഷിക്കാം. രാഷ്ട്രീയ വിജയമൊന്നുമല്ല. മാധു അങ്ങനെ പറയരുത്. മാധു അങ്ങനെ പറയരുത്. ഇത് രാഷ്ട്രീയമായ വിജയമല്ലേ? ഇത് രാഷ്ട്രീയമായ വിജയമല്ലേ? രാഷ്ട്രീയമായ വിജയം എങ്ങനെയാ?
പാർലമെന്റ് പാസ്സാക്കിയെന്നല്ല ജിജി ജോസഫ് പറഞ്ഞത്. അവിടേക്ക് വേറെ ആരും പോകണ്ട എന്ന് നിങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയം കൊണ്ടാ. അതായത് കോൺഗ്രസ്സുകാരും CPM-കാരും പോകണ്ട എന്ന് പറഞ്ഞപ്പോഴുണ്ടായിരുന്ന രാഷ്ട്രീയം ഇന്ത്യൻ പാർലമെന്റ് അല്ല, പകരം ഞങ്ങൾ പാസ്സാക്കിയെടുത്തു എന്ന് പറഞ്ഞ രാഷ്ട്രീയം ഇപ്പോഴെങ്ങനെയാണ് രാഷ്ട്രീയമല്ലാതാകുന്നത്? നിങ്ങൾക്ക് തോന്നുന്നിടത്തും നിങ്ങൾക്ക് പറയാൻ പറ്റുന്നിടത്തും രാഷ്ട്രീയം, അല്ലാത്ത രാഷ്ട്രീയമില്ല. അവിടേക്ക് കോൺഗ്രസ്സുകാരും CPM-കാരും പോകണ്ട എന്ന് പറഞ്ഞ രാഷ്ട്രീയം ഉണ്ടായിരുന്നോ? മുൻപത്തേക്ക് CPM-കാരും കോൺഗ്രസ്സുകാരും പോകേണ്ട എന്ന് പറഞ്ഞപ്പോ രാഷ്ട്രീയം ഉണ്ടായിരുന്നോ? എന്ന് പറഞ്ഞപ്പോ രാഷ്ട്രീയം ഉണ്ടായിരുന്നോ? അല്ല, അത് പറയുന്നത് എന്തുകൊണ്ടാ? അവർ രാഷ്ട്രീയപരമായി ഞങ്ങളോട് പറയുകയാണ് നിങ്ങൾ രാഷ്ട്രീയമുണ്ടായിരുന്നു അല്ലെ? അപ്പോഴും അങ്ങേക്ക് രാഷ്ട്രീയമുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ രാഷ്ട്രീയമുണ്ടായിരുന്നു. ഇപ്പൊ മാത്രം രാഷ്ട്രീയമില്ല. ജനങ്ങൾക്ക് അതെ ഈ പറയുന്നത് കേൾക്കാനുള്ള സാമാന്യ കുടുംബക്കാർ BJP-ക്കാരാ? അവിടെ പോയി നിങ്ങൾ മെമ്പർഷിപ്പ് വിതരണം നടത്തിയല്ലോ. അവിടെ പോയി നിങ്ങൾ മെമ്പർഷിപ്പ് വിതരണം നടത്തിയത് രാഷ്ട്രീയമില്ലാതെ നിങ്ങളുടെ കേന്ദ്രമന്ത്രിമാരടക്കം വരികയും പ്രശ്നമില്ലെങ്കിൽ പിന്നെ കേന്ദ്രമന്ത്രിമാർ വരികയും ചെയ്തല്ലോ. അവിടെ രാഷ്ട്രീയമില്ല. മറ്റുള്ളവരാരും പോകേണ്ട എന്ന് പറയുന്ന രാഷ്ട്രീയമില്ല അല്ലെ? അത് നല്ലതാ. നിങ്ങൾ പറയുമ്പോ രാഷ്ട്രീയമുണ്ട്, മറ്റുള്ളപ്പോഴൊന്നും രാഷ്ട്രീയമില്ല. മാധുനും തരും. മാധു മെമ്പർഷിപ്പ് ചോദിച്ചാൽ മാധുനും തരും. റിക്വസ്റ്റ് ചെയ്താൽ ഞങ്ങൾ തരും മെമ്പർഷിപ്പ്. മാധുനെ നാളെ ഷാളിടും, BJP-യുടെ ഷാളിടും, ഒരു പ്രശ്നമില്ല. ശരി, എന്തായാലും ആ ഷാള്